ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ശ്രീകാന്താണ്. ഡിസംബർ മാസത്തിൽ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ജനുവരി ഏകദേശം തീരാറായി. അപ്പോൾ വീഡിയോ ഡിലേ ആയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇച്ചിരി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആയത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് കൂട്ടുകാർ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം കൊറോണ ഭീതി നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ മാറിയ ഒരവസരത്തിൽ, കൊറോണ അവിടെ തന്നെ ഉണ്ട്, നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു പേടി ഇച്ചിരി മാറിയ സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഹാങ്ങൗട്ട് ചെയ്യാൻ വേണ്ടി വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോയായിരുന്നു. ആ ട്രിപ്പിൽ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഭൂരിഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് GoPro Hero9 അതെനിക്ക് ഗിഫ്റ്റ് ചെയ്ത എൻ്റെ ചേട്ടനാണ്. ഇൻട്രോയിൽ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്ക് ഇതിനകത്ത് വരാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് പുള്ളി വീഡിയോ ഒക്കത്തുണ്ട്. അപ്പോൾ പുള്ളി വരുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാം അത് ആരാന്നുള്ളത്. ഒരുപാട് പേര് കാണാത്ത കാഴ്ചകളൊന്നുമല്ല, വയനാട് കാണാത്ത സഞ്ചാരികളുണ്ടാവില്ല, എനിക്കറിയാം. ആദ്യമായിട്ട് ചാനലിൽ വീഡിയോ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റ് ആയിരുന്നു. അവിടെ നോക്കിയാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അവിടേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത്. എല്ലായിടത്തും വേസ്റ്റ് ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് ആൾക്കാരുടെ, പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചങ്ങലമരമാണ്. കരിന്തണ്ടൻ എന്ന കാട്ടുമൂപ്പൻ്റെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലമരം ഊട് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് കാന്തൻപാറ വെള്ളച്ചാട്ടം, വയനാട്ടിലെ മറ്റൊരു ഡെസ്റ്റിനേഷനാണ്. വയനാട് മേപ്പാടിയിലാണ് ഈ വെള്ളച്ചാട്ടം. മഴക്കാലം അല്ലായിരുന്നിട്ട് കൂടി ഇത്തരം വെള്ളം ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്തിലും ഭംഗിയായിരിക്കും ഈ വെള്ളച്ചാട്ടം കാണാൻ. പോകുന്നത് നമ്മുടെ താമസം അറേഞ്ച് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്കാണ്. റിസോർട്ടിൻ്റെ പേര് ക്രിസ്റ്റൽ കുറുവ എന്നാണ്. ഒരു 10-20 പേര് ഗ്യാങ്ങൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ റിസോർട്ട്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഇവരെ പാക്കേജിൻ്റെ കൂടെ ഇവർ പറയുന്നത് ഒരു നൈറ്റ് റൈഡ്, അതായത് തിരുനെല്ലി വരെ കാടിനുള്ളിൽ കൂടി ഒരു നൈറ്റ് റൈഡ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം കാടിനുള്ളിൽ കൂടെ ഇവിടുത്തെ ആദിവാസി ആൾക്കാരുടെ കൂടെ നമുക്ക് ചുമ്മാ കാട്ടിൽ കൂടെ ഒരു നടത്താം. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാം. ഞങ്ങളിപ്പോൾ
നൈറ്റ് റൈഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ആനേനെ കണ്ടു കേട്ടോ. ഇത് കാട്ടിൽ കൂടെയുള്ളൊരു നടത്താണ്. ഇതൊക്കെ എസ്റ്റേറ്റാട്ടോ. നമ്മളിത് കാട്ടിനകത്തേക്ക് കയറാൻ പോവാണ്. കുറച്ച് നേരം നടക്കാനുണ്ടോ. ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ്. ആന കയറാതിരിക്കാൻ വേണ്ടി കിടങ്ങുണ്ടാക്കിയിട്ടേക്കാണ് ആന കാണുന്നത്. ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബാണാസുര സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റും ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എർത്തൻ ഡാമാണ് ബാണാസുര സാഗർ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ ഗ്രാമത്തിൽ പനമരം പുഴക്ക് കുറുകെയാണ് ബാണാസുര സാഗർ അണക്കെട്ടുള്ളത്. 1979 ഈ അണക്കെട്ട് നിർമ്മിച്ചത്. കക്കയം ഡാം, അതായത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ജലസേചനം, കുടിവെള്ളം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാണാസുര സാഗർ പ്രധാനമായും നിർമ്മിച്ചത്. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ.